ദാർശനികതയുടെ വ്യാപനത്തിന്, വിനിയോഗത്തിന്, വിനിമയത്തിന് പിൽക്കാല ഗുരുക്കന്മാരെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അവരാരും തന്നെ സംസ്കൃതം സ്വീകരിച്ചില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ അവർ മലയാള ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ. കേരളത്തിന്റെ മഹാപുത്രന്മാരായിട്ടുള്ള 2 പേര് ലോകം മുഴുവൻ ഭഗവത്ഗീതയെയും നമ്മുടെ ദർശനങ്ങളെയും ലോകം മുഴുവൻ എത്തിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ചിന്മയാനന്ദ സ്വാമിയും രംഗനാഥാനന്ദ സ്വാമിയും. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുടെ തുടക്കം കുറിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള ദർശനത്തിന്റെ സാക്ഷാത്കാരമായിട്ടുള്ള മറ്റൊരത്ഭുതവും സ്വാമികളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അമൃതാനന്ദമയി ദേവിയുടെ ജീവിതവും സംഭാവനകളും. 1853 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോൾ 1953 ഏതൊരു മണ്ണിലാണോ ചട്ടമ്പി സ്വാമികളുടെ ഭൗതിക ശരീരം അലിഞ്ഞു ചേർന്നിരിക്കുന്നത്, അതേ മണ്ണിൽ പിറന്നിരിക്കുന്നു സ്ത്രീ രൂപത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ഒരു വീട്ടിൽ നിന്ന് അമൃതാനന്ദമയി ദേവി. ഏറ്റവും ലളിതമായ മലയാളത്തിൽ, ഗദ്യത്തിൽ മാത്രം UNOയുടെ വേദിയിൽ വരെ അവർ തത്വവിചിന്തനം വിതറിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഏത് പാരമ്പര്യമാണ്, ഏത് മാർഗമാണ് കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഫലപ്രദമായി ഉപയുക്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ചട്ടമ്പി സ്വാമികളുടെ സേവനത്തിന്റെ സാധ്യതകൾ എപ്രകാരമെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ജ്ഞാന നവോത്ഥാനപരമായിട്ടുള്ള മറ്റു സംഭാവനകൾ ഏതെല്ലാം ഡിസിപ്ലിനുമായി, വിഷയവുമായി ബന്ധപ്പെട്ട് സാധ്യമായി എന്നതിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. ധാരാളം സമയം വേണം. ഇത് അതിന് പറ്റിയതല്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തത് സ്വാമികളുടെ രചനകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സുരേഷ് മാധവ് സംസാരിക്കുന്നു. ഡോക്ടർ സുരേഷ് മാധവ്, റിസർച്ചർ, ഓഥർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ.